നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ. ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. റഹീസ്, ഈ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതോ കോടതിയിൽ ഹാജരാക്കുമോ? മറ്റൊന്ന്, ഈ ആരാധകർ ഈ അറസ്റ്റ് വിവരം അറിഞ്ഞ ശേഷം തെരുവിലിറങ്ങുകയോ അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതെന്തെങ്കിലും ഉണ്ടോ? അത്തരം പ്രശ്നങ്ങളുണ്ടോ? വിജയകുമാർ, തീർച്ചയായും അപ്രതീക്ഷിതമായൊരു നീക്കമാണ് ഈ ഹൈദരാബാദ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഇത്തരത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയൊക്കെ ചുമത്തിക്കൊണ്ട് അല്ലു അർജുനെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടതല്ല. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാതെ വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് മടക്കി അയക്കുമെന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിക്കൊണ്ടാണ് ഹൈദരാബാദ് പോലീസിന്റെ ഒരു സ്പെഷ്യൽ സംഘം അവിടേക്ക് എത്തുകയും അവർ അല്ലു അർജുനെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ജാമ്യമുള്ള വകുപ്പുകളല്ല അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലു അർജുനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള കാര്യവും ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ അല്ലു അർജുനെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇഘട്ടത്തിൽ സന്ധ്യ തിയേറ്ററിൽ 10 ദിവസം മുമ്പ് അല്ലു അർജുൻ എത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സംഘർഷം അവിടെ ഉണ്ടാകുന്നത്. ആരാധകർ അല്ലു അർജുനെ കണ്ടതോടുകൂടി സ്വാഭാവികമായും പാഞ്ഞെടുത്തു. അത് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു തിയേറ്ററിൽ ഉൾക്കൊള്ളാവുന്ന ആളുകളല്ല അവിടെ ഉണ്ടായിരുന്നത്. അല്ലു അർജുൻ അവിടെ എത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലു അർജുൻ്റെ ഫാൻസ് ഈ വിവരം അറിയുന്നു. ശേഷം ഇവരൊക്കെ കൂടി ഏതാണ്ട് തിയേറ്ററിൻ്റെ ഗേറ്റ് പൊളിക്കുന്ന രീതിയിലാണ് അകത്തേക്ക് കടന്നു വന്നത്. ഇതിനിടയിൽ സിനിമ കാണാനെത്തിയ ഈ 35-കാരിയും ഉണ്ടായിരുന്നു. മകൻ്റെ നിർബന്ധപ്രകാരമാണ് ഇവർ സിനിമ കാണാനെത്തിയത്. ശേഷം ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് ഇവർ മരിക്കുന്നത്. ഒപ്പം തന്നെ മകനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അദ്ദേഹം 2 ദിവസം മുൻപാണ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നിലവിൽ അല്ലു അർജുനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118, 1 വകുപ്പുകളാണ്. 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അതായത് നേരിട്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. ജാമ്യമില്ലാ വകുപ്പുകളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായൊരു ചോദ്യം ചെയ്യലുണ്ടാകും. അതിന് എത്ര മണിക്കൂർ നീളും എന്നുള്ള കാര്യം ആണ് അറിയേണ്ടത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചേക്കാം എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. കാര്യം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. ഒപ്പം തന്നെ അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ കേസിന്റെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ അല്ലു അർജുൻ ഉയർത്തുന്ന പ്രധാന വാദം താൻ ഈ സംഭവമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു തിക്കിലും തിരക്കിലും പെട്ടുണ്ടാകുന്ന ഒരു മരണത്തിന് തന്നെ പ്രതി ചേർത്തുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുക്കാൻ കഴിയില്ല എന്നാണ് അല്ലു അർജുൻ്റെ വാദം. ഒപ്പം തന്നെ അദ്ദേഹം ഈ കേസിലെ FIR തന്നെ റദ്ദാക്കണമെന്നാണ് കർണാടക ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതിയിൽ അടിയന്തരമായി വിഷയം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് അന്ന് ഈ കേസ് പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. നിലവിൽ എന്തായാലും ഹൈക്കോടതിയിൽ ഈ കേസ് ഉണ്ടായതിനാൽ ഒരുപക്ഷെ അല്ലു അർജുന് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചേക്കും. ഈ സംഭവത്തിന് ശേഷം അല്ലു അർജുൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അതായത് താൻ പോലീസിനെ അറിയിച്ചതിനു ശേഷമാണ് തിയേറ്ററിലേക്ക് എത്തിയത് എന്ന് പറയുന്നു. സന്ധ്യ തിയേറ്ററിലേക്കാണ് അല്ലു അർജുൻ എത്തിയത്. അവിടെ തിയേറ്റർ ഉടമകൾ ഇത് പോലീസിനെ അറിയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ തന്നെ ഈ വിവരം അറിഞ്ഞിരുന്നു. കാര്യം ഈ തിയേറ്റർ ഉടമകൾ വഴി ഇത് ഫാൻസ് അസോസിയേഷനിലേക്ക് എത്തുകയും അവരുടെ ഈ പേജുകളിലൊക്കെ, അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ സന്ദേശം പ്രചരിക്കുകയും ഒരുപാട് ആരാധകർ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതാണ് പ്രധാനമായും ഈ അപകടം ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമായി മാറിയത്. അതുകൊണ്ട് തന്നെ തന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. ശരി റഹീസ്, എന്തായാലും അല്ലു അർജുനെ കോടതിയിൽ ഹാജരാക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളല്ല. അപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ജാമ്യാപേക്ഷ നൽകണം. അങ്ങനെ ചട്ടപ്രകാരം മാത്രമേ ജാമ്യം നൽകൂ എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യലാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്.